മഹാഗുരു ശരണം. മഹാഗുരു ശരണം. നമസ്കാരം സർ. നമസ്കാരം സർ. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ മാതാപിതാക്കൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലൂടെയാണ് അച്ഛനും അമ്മയ്ക്കും ആ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റുക. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ സർ? മാതാപിതാക്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ കുട്ടികൾ അനുഭവിക്കുമോ എന്നുള്ളത് ഒരു കാര്യം പറയാം. ഈ മാതാപിതാക്കളെയാണ് നമ്മൾ സെലക്ട് ചെയ്യണം, മാതാവിനെയാണ് സെലക്ട് ചെയ്യണം. ഈ മാതാവിനെ സെലക്ട് ചെയ്യണത് അതിൻ്റെ അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മാതാവിനെ സെലക്ട് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ജനിക്കുന്ന ആ കുടുംബം, നമ്മുടെ അച്ഛൻ അമ്മ, നമ്മുടെ കുടുംബം, നമ്മൾ ജനിക്കുന്ന സമൂഹം, അതിൻ്റെ കാർമ്മികം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. മനസ്സിലായി? ഇപ്പോൾ നിസ്സാരം പറയാം, ഇന്ന് കേരളത്തിലെ ആശുപത്രികളിൽ കുറേ അധികം കുട്ടികൾ ജനിച്ച് കാണുമല്ലേ? ഇന്ന് എത്രയാണ് അശ്വതി കാവതീണ്ടൽ നടക്കുന്നു? ഇന്ന് എത്ര? 21-ാം തീയതി അല്ലേ? മാർച്ച് 21 ശനിയാഴ്ച. ആയിരക്കണക്കിന് ആൾക്കാർ കുട്ടികൾ കേരളത്തിൽ ജനിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ കുട്ടികളെല്ലാം നാളെ വളർന്ന് 18 വയസ്സായി ഒരു പൗരന്മാരാകുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം 6 ലക്ഷം കോടിയോ മറ്റോ ആണെന്നാണ് പറയുന്നത്. ആണോ? പോട്ടെ, 2 ലക്ഷം 3 ലക്ഷം കോടിക്കാളും കൂടുതലാണ്. ഇതിൻ്റെ ഒരു ഓഹരി ഇവർ പിടിക്കുന്നുണ്ടോ ഇല്ലയോ? അവരും ആ പൊതുകടത്തിൽ അവരും ബാധ്യത. ഇതാണ്, അവരറിഞ്ഞിട്ടാണോ വന്നത്? ഞാൻ കേരളം എന്നുള്ള സംസ്ഥാനത്താണ് ജനിക്കാൻ പോണത്, എൻ്റെ അച്ഛനും അമ്മയും അവിടുത്തെ പൗരന്മാരാണ്, അവരും ഈ പൊതുകടം എന്ന് പറഞ്ഞാൽ ഇത് നാളെ ടാക്സ് ആയിട്ട് നമ്മുടെ ചുമലിൽ വരും. ഈ ഗവൺമെൻറ് മാറി അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ അവർക്കൊരു പോംവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കൂട്ടുകയുള്ളൂ. അപ്പോൾ അത് കൊടുക്കാൻ ഞാനും ബാധ്യസ്ഥനാണെന്ന് മനസ്സിലാക്കിയല്ല കുട്ടി വളരുന്നത്. പക്ഷേ കുട്ടി വളർന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സിസ്റ്റത്തിലേക്ക് നിസ്സാരം പറയുന്നത്. നമ്മളിപ്പോൾ കുറേ പേര് വടക്കൻ കൊറിയ, ഉത്തര കൊറിയ, കിം ജോങ് ഉൻ, എവിടെ എന്താണ് നടക്കണമെന്ന് ആർക്കും അറിയില്ല, അവിടെ ചെന്ന് ജനിക്കുന്നു അല്ലേ? എല്ലാ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിൽ ജനിച്ച് രാഷ്ട്രീയക്കാരെ, പ്രധാനമന്ത്രിനെയും ബാക്കിയുള്ളവരെയൊക്കെ തെറി പറഞ്ഞ് ഇത് ചെയ്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് സ്ത്രീകൾ ഒരു പർട്ടിക്കുലർ പ്രായത്തിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കയറുമെന്ന് പറഞ്ഞ് ഇത് ചെയ്ത് അടുത്ത ജന്മം വന്നാൽ നീ എല്ലാ സ്വാതന്ത്ര്യമുള്ള ഉത്തര കൊറിയയിൽ ചെന്ന് ജനിക്കാൻ പറഞ്ഞ് യൂണിവേഴ്സ് തീരുമാനിച്ച് അവിടെ ചെന്ന് ജന്മം എടുക്കുമ്പോൾ അറിയുന്നില്ല ഇവിടെ സ്വാതന്ത്ര്യമില്ല, ഇവിടെ സോഷ്യൽ മീഡിയ ഇല്ല, സ്വന്തം ഇതിൽ മുടിവെട്ടാനുള്ള ഒരു അവകാശമില്ല, പബ്ലിക്കായിട്ട് ചിരിക്കാൻ അവകാശമില്ല എന്ന് മനസ്സിലാക്കുന്നില്ല. പക്ഷേ അവിടെ എത്താനുള്ള കാര്യം എന്താ? പാസ്റ്റ് ലൈഫ് കാർമ്മികമാണ്. അപ്പോൾ മാതാപിതാക്കളുടെ കാർമ്മികം കുട്ടികൾ ഏറ്റെടുക്കല്ല, അതിന് പറ്റിയ കുട്ടികളെയാണ് മാതാപിതാക്കൾക്ക് കിട്ടുന്നത്. ആ മാതാവിനെ സെലക്ട് ചെയ്യണത് കുട്ടിയാണ്. ആ മാതാവിനെ സെലക്ട് ചെയ്യണം, മാതാവ് പിതാവിനെ സെലക്ട് ചെയ്യുന്നത്. ഏതായാലും കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതുള്ളത്. കല്യാണം കഴിഞ്ഞല്ല, ഇതിൽ വേറൊരു കാര്യമുണ്ട് ഗായത്രി. ഇത് ശരിക്കും ആദ്യം ഞാൻ ഇതറിയുന്നത് തിരുമേനി പറഞ്ഞു തന്ന്, അതിനുശേഷം ഞാൻ ഇതറിയുന്നത് സി പ്രദീപ് കനാൻ സാറിൻ്റെ ക്ലാസ്സിലാണ്. കാര്യം ആത്മാവിന് സ്ത്രീ പുരുഷ ഭേദങ്ങളില്ല. മനസ്സിലായി? ഇപ്പോൾ മനുഷ്യനൊഴിച്ച് ബാക്കി ഏത് മൃഗങ്ങളും മേറ്റിങ്ങിനൊരു ടൈമുണ്ട് അല്ലേ? പട്ടി 365 ദിവസവും ഇണചേരുകയില്ല. ഇപ്പോൾ നമ്മൾ പശു ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ ഇണചേരുന്നൊരു പർട്ടിക്കുലർ ടൈമുണ്ട്. മനുഷ്യന് മാത്രം 365 ദിവസവും ഇതാണ്. അപ്പോൾ ഈ ഓരോ ആത്മാവും ഊർജ്ജ ശരീരം മാറിക്കൊണ്ടിരിക്കുക. ആദ്യം കല്ല് ആയിരുന്നു, പിന്നെ ചെടികളായി, പിന്നെ കൃമികീടങ്ങളായി, മൃഗങ്ങളായി, ലാസ്റ്റ് ആ പരിണാമ ചക്രത്തിൽ വന്ന് മനുഷ്യൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുന്നു. ഈ മനുഷ്യൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് അപ്പോൾ അതറിയാം. ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ പട്ടിയായിരുന്നു, ഈ ജന്മത്തിൽ പശു എന്നുള്ളത് ഈ ഊർജ്ജ ശരീരം മാറുമ്പോൾ ഈ പശു ഇണചേരുന്നതിൻ്റെ ആ ഭാഗത്തേക്കായിരിക്കും ഇതായിട്ട് ആ ഇണചേരുമ്പോൾ അതിനകത്ത് ഈ ആത്മാവ് കയറുന്നത്. അത് പശു കുട്ടിയായിട്ടോ കാളക്കുട്ടനായിട്ടോ അത് ജന്മം എടുക്കുന്നു. ഇങ്ങനെ ഓരോ സിംഹം ഇങ്ങനെ ഊർജ്ജ ശരീരമാണ് മാറുന്നത്. ഓക്കെ, ആത്മാവ് മാറി ലാസ്റ്റ് മനുഷ്യൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തണം. ഈ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്താനായിട്ട് ഈ ശരീരത്തിന് അറിയില്ല ഞാൻ അടുത്ത മനുഷ്യനാണ് ആകുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് നിസ്സാരം അറിയാം. നമ്മൾ ആദ്യം ഇപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ LKG കൊണ്ട് ചേർത്തു അല്ലേ? UKGയിൽ ഇവർ ഏതാ ക്ലാസ്സിൽ പോകണമെന്ന് ഇവർക്കറിയാവോ? ഇല്ല. LKGയിൽ ജയിച്ചോ ഇല്ലേ എന്ന് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ അറിയാം. നിസ്സാരം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. പക്ഷേ UKG ക്ലാസ് LKG തീർന്ന് അടുത്ത ക്ലാസ് തുടങ്ങുന്ന ദിവസം ടീച്ചർ എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറയും. എന്നിട്ട് ടീച്ചർ മുമ്പ് നടക്കും, ബാക്കി പിള്ളേരിങ്ങനെ തവളത്തെ കയ്യും വെച്ച് ലൈനായിട്ട് ഏതാണ് ക്ലാസ് റൂമിൽ ചെല്ലും.
അതിനു മുമ്പ് അറിയുന്നില്ല ഇവർ UKG-യിലാണ് പോണേന്ന്. ഇവർക്കറിയാം LKG ജയിച്ചാൽ ഞാൻ UKG ചെല്ലുമെന്ന് പറയുമ്പോൾ അറിയാം. പക്ഷേ UKG-യിൽ എവിടെയാണ് ചെല്ലണേന്ന് അറിയില്ല. അല്ലേ? അത് തന്നെയാണ് ഈ ലൈഫിലും നടക്കുന്നത്. ഇതൊരു ഉദാഹരണം പറഞ്ഞു. അടുത്ത ശരീരം എന്താണെന്ന് അറിയാം, പക്ഷെ അത് മനുഷ്യൻ ആണെന്ന് അറിയില്ല. അപ്പം ഇതറിയുന്ന എന്താ വെച്ചാൽ, പണ്ട് നമ്മുടെ സമൂഹം പറഞ്ഞിരുന്നു ഋതുമതി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഋതുമതി ആകുമ്പോൾ പുറത്ത് പോരുതെന്ന് പറഞ്ഞത്, പൊതുസ്ഥലത്ത് പോരുത്, റൂമിൽ തന്നെ ഇരിക്കണം, ഇതാണ്. അപ്പം ഈ സോൾസ് ഇത് പറഞ്ഞു തന്നതിൻ്റെ തിരുമേനി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു പ്രദീപ് കെ നയനൻ സാറാണ് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിനെ ഞാൻ അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഈ ആൾക്കാർ കൂടി നിൽക്കുന്നു. ഈ ആൾക്കാർ കൂടി നിൽക്കുമ്പോഴത്തേക്ക് ഇനി എനിക്ക് ഈ ഊർജ്ജ ശരീരം സ്വീകരിക്കേണ്ടത് ഈ തരത്തിലുള്ളതാണെന്ന് ഇതറിയാണ്. എന്നിട്ട് അവിടെ വരിക. അവിടെ വരുമ്പോൾ ആരെയാണ് സെലക്ട് ചെയ്യണം? പുരുഷനെ അല്ല, സ്ത്രീയാണ് സെലക്ട് ചെയ്യണത്. കാര്യം രജസ്വലയായ ഒരു സ്ത്രീയിൽ നിന്ന് പ്രത്യേക ഹോർമോണുകൾ പുറത്തു വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു രജസ്വലയായ ഒരാളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. ആ ആളിൽ നിന്ന് വരുന്ന ചില ഗന്ധങ്ങളും ഇതുമൊക്കെ ഇതറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സോളിനറിഞ്ഞിട്ട് പിന്നെ ഈ സോൾ ഈ കുട്ടിയുടെ അടുത്ത് വരിക. ഒരു പക്ഷേ 6ലോ 7ലോ പഠിക്കുന്ന കുട്ടിയായിരിക്കാം ഇത്. മനസ്സിലായി? ഈ സോൾ ഇതിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരികയാണ്. അതാണ് മിക്കവരും ഈ പീരീഡ്സ് ആകുമ്പോഴത്തേക്കും ഹോർമോൺ ചേഞ്ച് വന്നിട്ട് ദേഷ്യം വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു എന്ന് പറയും. ഇതിലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില സോൾസ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശാരീരിക ആക്രമണത്തിന് വിധേയമായിട്ട് ഗർഭം ധരിക്കാനുള്ള സാധ്യത പോലും സോൾസ് ആവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടിയിൽ. നമ്മളിത് പറയുമ്പോൾ പലരും താഴെ വന്ന് കമൻറ്റ് ചെയ്യും സത്യവത. അതെങ്ങനെയാണ് സർ? കാരണം സോൾ എന്ന് പറയുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ശരീരം, അത് ആകർഷിക്കുകയാണ് വേറൊരാളെ ആകർഷിക്കും, നമ്മൾ അതിലേക്ക് കൊണ്ടുപോയി നയിക്കും എന്നുള്ളതാണല്ലേ. അതിനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് പണ്ടത്തെ ആൾക്കാർ ഈ സമയത്ത് ഋതുമതി ആയിരിക്കുമ്പോൾ പുറത്ത് ഇറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുകൊണ്ടായിരിക്കാം അവർക്കിതിങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരാണ്ടറിയാണ്ട് ഈ ഋതുമതി ആകുന്ന സമയത്ത് പല വിധത്തിലുള്ള എനർജീസ് പുറത്തു പോയി ഞെട്ടരുത്, ഇത് ചെയ്യരുതെന്ന് പറയും. ഇതേ അവസ്ഥ വേറെ ആൾക്കാരെയും പറയും, ഗർഭിണികളെ. എന്തുകൊണ്ടാ ഗർഭിണികളെ മാത്രം എന്തിനു പിടിക്കുന്നു? അപ്പോൾ ഇവർക്ക് എന്തോ അറിയാമെന്നുള്ളതല്ല, ഈ എനർജീസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാതാപിതാക്കളുടെ കർമ്മങ്ങൾ കുട്ടികൾ എടുക്കുമെന്നാണ് ചോദിച്ചത്. ഈ കർമ്മം അനുസരിച്ചുള്ള ആത്മാവാണ് നമ്മളിൽ പ്രവേശിക്കുന്നത്. അമ്മയുടെ ആ ഓറയിൽ വരുന്ന ഈ ആത്മാവാണ്. അതിലാദ്യം വരുന്നത് ഞാൻ മനുഷ്യജന്മമാണ് എടുക്കാൻ പോണേന്ന് അറിയില്ല. ഈ മനുഷ്യജന്മമാണ് എടുക്കാൻ പോണേന്ന് അറിയില്ലാത്തത് കൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരുണ്ട്. ചില കുട്ടികളുടെ ജാതകം കാണുമ്പോൾ ഇപ്പോൾ ഫോണിലായതുകൊണ്ട് ഓപ്പൺലി സംസാരിക്കും. ഇപ്പോൾ ഗായത്രിക്കും അറിയാം. 1-2 ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ച് വന്നിട്ട് റേപ്പ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞ് പിന്നെ പുറത്ത് വരുന്ന കുട്ടിയുടെ മാനസിക അവസ്ഥ ഇതാണ്. ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ. അപ്പം ഈ അമ്മയ്ക്ക് ഓർമ്മയുണ്ട് ഈ ഒരവസ്ഥയിൽ ബന്ധം നടന്നിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ കൺസീവായി എന്നറിഞ്ഞ് കാണും. അങ്ങനെയുള്ള അനുഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പണ്ട് ഇതൊക്കെ നല്ല ഇതായിരിക്കണം, കുട്ടിക്ക് ജന്മം നൽകാൻ ഉദ്ദേശിച്ചത് ചെയ്യുന്നവർ അവർ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അമ്പലങ്ങളിൽ പോകണം, ദമ്പതികളെന്നൊക്കെ പറയുന്നില്ലായിരുന്നു. കുളിക്കണം, സുഗന്ധ ലേപനങ്ങൾ പൂശണം എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇങ്ങനത്തെ ഇതിനെ അട്രാക്റ്റ് ചെയ്യാനായിരുന്നു. അതിന് പകരം മദ്യപിച്ച് വന്നിട്ട് ബലാത്കാരം ചെയ്യുമ്പോൾ ആ സൈസുള്ള സോളായിരിക്കും കയറുന്നത്. ഒരു പക്ഷേ മറ്റേ സോള് മാറി നിൽക്കും. ഇപ്പോൾ നല്ല സാത്വികമായിട്ടുള്ള ഒരെണ്ണം ഉണ്ട്, അടിപിടി കൂടുന്ന ഒരെണ്ണം ഉണ്ടെന്ന് വെച്ചോ. ഒരു അടിപിടി കൂടുന്ന അടുത്ത് സാത്വികമുള്ളത് പോവുക ഇല്ല, മാറി നിൽക്കും. മറ്റത് കയറും. അങ്ങനത്തെ സംഭവങ്ങളും ഉള്ള റിയൽ ഇൻസിഡൻസ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. റിയൽ ഇൻസിഡൻസ് അതുണ്ട്. അങ്ങനത്തെ സോള് വരും. അപ്പോൾ നമ്മൾ ആ കാർമ്മികം മാതാപിതാക്കളുടെ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് ജന്മം എടുക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ വരാൻ തയ്യാറായിട്ടുള്ള അനേക ലക്ഷം ജന്മങ്ങൾ കേരളത്തിൻ്റെ പൊതുകടം ഞങ്ങൾ കൂടി അതിൽ ഭാഗവാക്കാക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് അവർ വരുന്നത്. ഈ ചിലർ പറയുമല്ലോ, പ്രായമുള്ളവർ ഋതുമതി ആവുന്ന സമയത്താണെങ്കിലും ആദ്യത്തെ കുറച്ചിത്ര ദിവസത്തേക്ക് ഇന്ന സമയം കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല,
പ്രഗ്നൻസി ആയിരിക്കുമ്പോഴും പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും പറയും രാത്രിയിലുള്ള സഞ്ചാരങ്ങൾ ഒഴിവാക്കണം എന്നും, അതേപോലെ ഋതുമതിയാവുന്ന കുട്ടികളോട് ഇരുമ്പിന്റെ എന്തെങ്കിലും ഒരു കഷ്ണം കയ്യിൽ വെക്കണം, സദാ വെക്കണം എന്നുള്ളത് ഞാനൊക്കെ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ തനിച്ചായിരിക്കും ആ ഒരു സമയങ്ങളിലൊക്കെ ഇരുമ്പിന്റെ താക്കോല് അത് എപ്പോഴും ഒരു പിൻ ചെയ്ത് ശരീരത്തിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഡ്രസ്സില് അമ്മ ഇട്ടിട്ട് എന്നോട് കർശനമായിട്ട് ശാസിച്ചിട്ട് പോകും, അഴിച്ചു ഊരി വെക്കരുത് എവിടെയും എന്നുള്ള രീതിയിൽ. അപ്പൊ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് അത് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യുമായിരുന്നു. അന്നത്തെ കാലത്ത് എന്തിനാ ഏതിനാന്നുള്ള രീതിയിലൊന്നും തിരിച്ചു ചോദ്യം ചെയ്യാനോ അങ്ങനൊന്നും ചെയ്യാറില്ല. ഇന്നത്തെ കുട്ടികളെ അതെ, അന്നത്തെ കാലത്ത് മിക്കവാറും അതൊക്കെ സംഭവിച്ചേനെ. ഇന്ന് നടക്കൂല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. പക്ഷെ ഇന്നത്തെ കാര്യം അവരോട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ചെയ്യും. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനെ പേടിക്കുന്ന അന്ധവിശ്വാസികളും ആകരുത്. അതെ, അന്നെന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചാലും പറഞ്ഞു തരാനുള്ള ഒരു പ്രാപ്തി അവർക്കും ഉണ്ടോ എന്നുള്ളത് സംശയം. നമുക്ക് മനസ്സിലാകുന്ന രീതി അവർക്കും അറിയില്ല, ഇതൊരു ആചാരം പോലെ ചെയ്യണം. എന്തിനാണെന്ന് ചോദിച്ചാൽ തന്നെ പറഞ്ഞത് ചെയ്താൽ മതി. ഒരു പക്ഷേ ഇതൊരു പറയുന്ന ആദ്യത്തെ ഒരു ചാനലാകാം ഈശ്വരീയൻ ചാനൽ. ഇനി പ്രതിക്ക് നൈനാൻ സാർ ഇതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് ചാനലൊന്നും ഇല്ല. സാർ, ഈ ഇരുമ്പിനും അതേപോലെ ഈ സോൾസിനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഞാൻ പണ്ട് തൊട്ടേ ഇത് ആലോചിക്കുന്ന കാര്യമാണ്. ലോഹങ്ങള്, ചില ലോഹങ്ങൾ ഇവരെ അകറ്റി നിർത്തും. അതിൽ മെയിൻ സാധനമാണ് പഞ്ചലോഹങ്ങൾ. പണ്ടുള്ളവരൊക്കെ അമ്മമ്മമാര് കയ്യിൽ മോതിരമൊക്കെ ഇടുന്നത് ഇതിന്റെ ഒരു പ്രൊട്ടക്ഷനാണ്. പഞ്ചലോഹം അല്ലെങ്കിൽ ചില ശുദ്ധമായ ഇരുമ്പായിരിക്കണം, തുരുമ്പ് പിടിക്കാത്തതായിരിക്കണം. ചെമ്പ് ഇതിനെ അകറ്റി നിർത്തുന്ന ഒരു കാര്യമാണ്. പണ്ട് ചെമ്പ് വളകൾ ഇടുമായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ട്? സ്വർണത്തിന് മുന്നേ ചെമ്പ് വളകൾ ഇടുമായിരുന്നു. അത് ഇത് ചെയ്യും. സ്വർണത്തിനേക്കാളും പവർഫുള്ള് ചെമ്പാണ് ഇതിനെ തടഞ്ഞു നിർത്തുന്നത്. ഇപ്പോൾ വാസ്തു സംബന്ധമായ പ്രശ്നങ്ങളോ അങ്ങനെ കുറേ കാര്യങ്ങൾ മാറ്റാൻ ചെമ്പ് കൊണ്ട് സാധിക്കും. എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ആരും താഴ്ത്തി ചോദിക്കരുത്, തിരുമേനി ബ്രഹ്മശ്രീ കൃഷ്ണമ്പ്രാന്തി തിരുമേനി പറഞ്ഞു തന്ന അറിവാണ് ഞാൻ പറയുന്നത്. അത് ഓപ്പൺലി എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല, അത് ഓരോ സാഹചര്യം നോക്കിയാണ് ഇത് ചെയ്യുന്നത്. അതേപോലെ ഇത് ഈ ഇരുമ്പും അതേപോലെ തന്നെയാണല്ലേ സർ? ഇരുമ്പും അതുപോലെ തന്നെ. ഇരുമ്പിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് തുരുമ്പ് പിടിക്കുമ്പോഴത്തേക്കുള്ള സാധ്യതകൾ പോകും. ഇപ്പോൾ നമ്മൾ കുളിക്കുകയാണെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ ഒരു സാധനം കുളിച്ച് അതിൻ്റെ ഈർപ്പമുണ്ടെങ്കിൽ അത് തുരുമ്പ് പിടിക്കും. തുരുമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ പോകും. അതാണ് ചെമ്പ് ഇത് ചെയ്യുന്നത്. ചെമ്പിന് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പണ്ട് ഈ യക്ഷികളുടെ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിലിപ്പോ ചോറ്റാനിക്കര ഭഗവതിയുടെ ഒരു ഇതുണ്ടല്ലോ, സിനിമ ഉണ്ടല്ലോ, അപ്പൊ അതിൽ തന്നെ കത്തി മുറുക്കാൻ ചോദിക്കുമ്പോ കത്തിയിലെടുത്ത് ചുണ്ണാമ്പെടുത്ത് കൊടുക്കുന്നത്. അതവര് ടച്ച് ചെയ്യില്ല എന്നുള്ളതാണോ അതോ നമ്മളെ വിട്ട് വിലകും എന്നുള്ളത്? അങ്ങനെയൊന്നുമില്ല. അതിലെന്തെങ്കിലും ജപിച്ചാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ടച്ച് ചെയ്യും. മറ്റേ എന്താണ് സർവമായയിൽ കണ്ടിട്ടില്ല, കുരിശെടുത്ത് അതിലൊന്നും അവർ പിടിക്കില്ല. അതിൽ നമ്മുടെ ഒരു എനർജിയുടെ ബലം വെച്ചിട്ടാണ്, അല്ലാണ്ട് കത്തിയിൽ അവരിത് ചെയ്യുന്നു എന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ എത്രയോ കത്തിയും ഇതുമൊക്കെ കാണും അല്ലേ? എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നം വെക്കുമ്പോഴത്തേക്കും പ്രേതാവേശിച്ചിട്ടുണ്ടെന്ന് പറയുന്ന വിഗ്രഹത്തിൽ പ്രേതമല്ല, ആ സോൾസ് അതില് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ വഴിയില്ല. ഞാനിപ്പോൾ സ്ഥിരം ഏതെങ്കിലും അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നു, ഒരു സമയത്ത് എനിക്ക് ശരീരം വിടേണ്ടി വന്നാൽ പിന്നെയും ആ സോള് ഈ അമ്പലമായിട്ടല്ലേ താതാമ്യം വരുള്ളൂ. അതാണ് കാര്യം. അതാണ് ഇപ്പോൾ പ്രശ്നവിധികൾ കാണിക്കുന്നത് എന്നുള്ളതാണ്. അത് ആ ആഴ്ച എവിടെയെങ്കിലും കൊടുക്കും, കൊണ്ടുപോയി അത് വിട്ടിട്ട് ആള് തിരിച്ച് വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ഇത് തിരിച്ച് അമ്പലത്തിൽ എത്തിക്കാണും. ഓക്കെ, സർ, നന്ദി.